കുറേ നാളായിട്ട് എൻ്റെ ഗാലറിയിൽ പൊടി പിടിച്ച് കിടക്കുന്ന വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ ഇത്. ഞാൻ എന്ത് ഇത്രയും കാലം എഡിറ്റ് ചെയ്യാത്തതെന്ന് ആലോചിക്കായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത്, അതായത് ഒരു 6-7 മാസം മുന്നേ ബാംഗ്ലൂരിൽ നിന്ന് കൂർഗിലേക്ക് ഞങ്ങൾ പോയൊരു കുഞ്ഞു ട്രിപ്പിൻ്റെ വിശേഷമാണ് കേട്ടോ ഇത്. അതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. ഞങ്ങൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പോയതായിരുന്നു. ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് പലപ്പോഴും നടക്കാത്തതുകൊണ്ടായിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു 2-2.5 വർഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരേ അപ്പാർട്ട്മെന്റിൽ 2 നിലയിലായിട്ടായിരുന്നു താമസം. ഒരു ഫാമിലി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. ഇടയ്ക്ക് വീക്കെൻഡിലൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ട് ഫുഡ് സ്പോട്ട് കണ്ടുപിടിച്ച് പോകുന്ന തൊട്ട് എല്ലാ വീക്കെൻഡിലും മുടങ്ങാതെ പോണ ഗ്രോസറി ഷോപ്പിംഗ് വരെ ഞങ്ങൾ ഒപ്പം തന്നെ പോകാറുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഡെയിലി മീൽ പ്ലാനിങ്ങും ഒരുമിച്ച് തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും അവിടെയോ ഇവിടെയോ മാറിയിട്ട് ഞങ്ങൾ ഒപ്പം തന്നെ കഴിക്കാറ്. ഈ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന കുറച്ച് മനുഷ്യർ, നമുക്ക് എന്തും പറയാൻ പറ്റുന്ന, നമ്മളൊരിക്കലും ജഡ്ജ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ള ചിലർ, അതൊരു ഭാഗ്യം തന്നെയാണല്ലേ. ഞങ്ങൾ അക്കാര്യത്തിൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. ഞാനും സിദ്ധുവും മുർഷിയും +2 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഷെമിക്ക വന്നപ്പോൾ ആ ടീം അങ്ങോട്ട് സെറ്റായി. ഇപ്പം തന്നെ മീ വർത്താനം പറഞ്ഞിങ്ങനെ പോവാൻ സിനിമ, രാഷ്ട്രീയം, പരദൂഷണം അങ്ങനെ വിഷയങ്ങൾക്ക് യാതൊരു ദാരിദ്ര്യവും. അങ്ങനെ ഞങ്ങൾ കൂർഗെത്തി. ഞങ്ങളാകെ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് സെക്കൻഡ് ഡേക്ക് ആയിരുന്നു. ഫസ്റ്റ് ഡേ നൈറ്റായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവിടെ തന്നെ ഒരു റൂം എടുത്ത് താമസിക്കുക ചെയ്തത്. പിറ്റേന്നാണ് ഞങ്ങൾ മെയിൻ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്, ബൃന്ദാവൻ എസ്റ്റേറ്റ്. ഇതൊരു 40 ഏക്കർ കോഫി പ്ലാന്റേഷന് നടുക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര വേർത്താണ് ഇവിടുത്തെ ആംബിയൻസ്. എല്ലായിടത്തും ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ റെഡ് ഓക്സൈഡിൻ്റെ ഫ്ലോറും പഴയ തടികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തൂണുകളും കുറേ ആൻറ്റിക് പീസസും ഇവിടുത്തെ ഫേർണിച്ചർ വരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര കാമായിട്ടുള്ള, എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. പീസ്ഫുൾ, അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത 2 ദിവസത്തിൻ്റെ ഓർമ്മയ്ക്ക് ഈ ഫുട്ടേജ് ഇവിടെ കിടക്കട്ടെ. ഇനി എന്താ ഇങ്ങനെയൊക്കെ പറ്റുകയെന്നറിയില്ല. But I'll always treasure the memories we share.